1998 മെയ് 9-നും 10-നുമായിട്ട് ഒരേ ഹോസ്പിറ്റലിൽ ഒരേപോലെ ജനിച്ച 2 പേര് 2022 ഫെബ്രുവരി 6-ന് വിവാഹിതരാവുകയാണ്. നീണ്ട 6 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് അന്നവർ വിവാഹിതരാവുന്നത്. പെൺകുട്ടിക്ക് എന്ന ഗവൺമെന്റ് ജോലി സെറ്റായിട്ടുണ്ടായിരുന്നു. പയ്യൻ അപ്പോൾ പ്രൈവറ്റ് ജോലിയിലാണ് ഏർപ്പെട്ടിരുന്നത്. ചെന്നൈയിൽ ജോലി ചെയ്യുന്ന കുട്ടി കേരളത്തിലെ പയ്യനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. 1 മാസം കൂടുമ്പോഴും 2 മാസം കൂടുമ്പോഴും പെൺകുട്ടി ലീവ് എടുത്ത് നാട്ടിലേക്ക് വരും. അതായിരുന്നു പതിവ്. അങ്ങനെ 1.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞു മാമാട്ടി വരുവാണ്. ഒരു വാവയൊക്കെ ആയി കഴിയുമ്പോഴേക്കും ജീവിത ചിന്താഗതിയിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുമല്ലോ. മാമാട്ടി ആയ ശേഷം പയ്യൻ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാവകൾ വലുതാകുന്നതോറും കുസൃതി കൂടുവല്ലേ. ഒരാളെ കൊണ്ട് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായിരിക്കും. നല്ല കുട്ടികൾ ഉണ്ടാവും കേട്ടോ, കുസൃതി കുട്ടികൾ. മാമാട്ടി അത്യാവശ്യം നല്ല രീതിക്ക് കുസൃതിയായിരുന്നു. മാമാട്ടിയുടെ കുസൃതിയാണ് മാമാട്ടി ബൈ അമൽ എന്ന പുതിയ ബ്രാൻഡിന് തുടക്കം കുറിക്കാനുണ്ടായ കാരണം. വീട്ടിലിരുന്നും വരുമാനവും നേടാൻ കുഞ്ഞിനെയും നോക്കാമെന്ന രീതിയിലാണ് കേട്ടോ മാമാട്ടി എന്ന ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പയ്യനൊട്ടും ഇഷ്ടപ്പെടാത്തൊരു ഫീൽഡായിരുന്നു ബിസിനസ് എന്നുള്ളത്. പക്ഷെ നമുക്ക് മുന്നിൽ വേറൊരു മാർഗമില്ലാതായപ്പോഴേക്കും അങ്ങനെ തുടങ്ങി കൊടുത്തതാണ് ഈ ബ്രാൻഡ്. ബിസിനസ് തുടങ്ങി എല്ലാ പ്രാരാബ്ദങ്ങളും പയ്യന്റെ തലയിൽ കെട്ടി ഏൽപ്പിക്കാതെ പെൺകുട്ടിക്ക് പറ്റുന്ന രീതിയിൽ ബിസിനസിനെ ആദ്യം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നേ. അതിനവൾക്ക് ഉണ്ടായിരുന്നത് അത്യാവശ്യം റീച്ച് ഉള്ള ഒരു അക്കൗണ്ട് തന്നെയായിരുന്നു. ഒരു ബിസിനസ് വളർത്തിക്കൊണ്ടുവരിക എന്നത് ഏറ്റവും കൂടുതൽ കഠിനമാണെന്ന് മനസ്സിലാക്കിയ കുറച്ച് സമയങ്ങളായിരുന്നു കേട്ടോ അത്. ജോലിക്ക് പോയി ക്ഷീണിച്ചു വരുന്ന പെൺകുട്ടി ക്ഷീണം പോലും വകവെക്കാതെ ബാക്കിയുള്ള ബിസിനസിന്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് അത് മാക്സിമം സക്സസ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒത്തിരി ഓർഡറുകളൊക്കെ കിട്ടി തുടങ്ങിയെങ്കിലും ഇടയിലൊക്കെ നല്ല രീതിക്ക് പണി കിട്ടാൻ തുടങ്ങി. പിന്നെ കുറെ അബദ്ധങ്ങൾ പറ്റി. സ്റ്റോക്ക് എടുക്കുന്നതിലായാലും മാനുഫാക്ചർ കണ്ടുപിടിക്കുന്നതിലായാലും അങ്ങനെ ഒരുപാട് ഡെഡ് സ്റ്റോക്കുകൾ വന്നു. അൺപ്ലാൻഡ് ആയിട്ടിരുന്ന സമയത്ത് പ്രഗ്നന്റ് ആയി. അത് കൂടുതൽ ആളെ ടയേർഡാക്കി. ബിസിനസിന് പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ ആകെ തകർന്നു പോയിട്ടുള്ള ഒരു അവസ്ഥയായി. ശാരീരികമായും മാനസികമായും തകർന്നു പോയ സമയത്ത് ആ പയ്യനും ബിസിനസിനോടുള്ള താല്പര്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അങ്ങനെ 2025 ജൂലൈ 13-ന് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ജനുവരി ആയപ്പോഴേക്കും ഉണ്ടായിരുന്ന മൊത്തം സ്റ്റോക്കുകളും, അതായത് 1000-നും 1050-നും 900-നും ഒക്കെ മേടിച്ച സാരികളെല്ലാം ഓഫർ പ്രൈസായ 500 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് ചാർജ് ഇട്ട് കൊടുത്ത് സാധനങ്ങളെല്ലാം വിറ്റ് തീർത്ത് നമ്മൾ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവവിളി പോലെ ഒരു ഉപദേശം കിട്ടുന്നത്. ആ ഉപദേശത്തിന്റെ ഭാഗമായി 2026 ജൂലൈ 13-ന് വീണ്ടും നമ്മൾ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കുകയാണ്.